ഞാൻ വിഷയത്തിലേക്ക് വരാം. അവസാനം എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒടുവിൽ ചോദിക്കാവുന്ന 3 കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇവിടെ ഓർമ്മയില്ല എനിക്ക്. ഒരാൾ ചോദിച്ചൊരു ചോദ്യം വല്ലാത്തൊരു പരുക്കൻ ഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. ഞാൻ നന്നായിട്ട് ചിരിക്കുകയും തമാശ പറയുകയും തമാശ ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ പരുക്കൻ ഭാവം എൻ്റെ ഉള്ളിലുള്ളതാണ്. ഞാൻ എൻ്റെ സെൽഫിലേക്ക് പോകുമ്പോഴത്തേക്കാണ് എൻ്റെ ആ ഭാവം പുറത്തേക്ക് വരുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചത് ഗസ്റ്റാണോ പാർട്ടിസിപ്പൻ്റ് ആണോ അതോ ഡെലിഗേറ്റ് ആണോ. ഇപ്പം ഞാൻ ഈ 2 കാലം ഉറച്ചുകൂടെ നിൽക്കുമ്പോൾ ഇത് 3 ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലേതാണെന്നും എനിക്കൊരു രൂപമില്ല. വേറൊരാൾ ചോദിച്ചത് എങ്ങനെയുണ്ട്, നല്ല ആംബിയൻസ് അല്ലേ. നല്ല ആംബിയൻസാണ്. കളിയാക്കി പറയുന്നതല്ല, ഞാൻ ഈ ആംബിയൻസിലേക്ക് ഒന്ന് തിരിച്ച് യാത്ര ചെയ്ത് നോക്കിയതാണ്. എൻ്റെ യൗവനത്തിലേക്ക് ഞാൻ കാമുകനും എൻ്റെ ഭാര്യ കാമുകിയുമായിരിക്കുന്ന ആ കാലത്തിലേക്ക്. ആ കാലം രസകരമാണത്. നിങ്ങളെക്കാളും ഒരു ഊർജ്ജസ്വലനായ ഒരു യുവാവാണ് ഇപ്പം വാർദ്ധക്യത്തിൻ്റെ പടിവാതില്ലെന്നൊന്നും പറയാറായിട്ടില്ല, എങ്കിലും ഈ 60-ആം വയസ്സിൽ നിൽക്കുന്നത്. 85 മുതൽ വളരെ സീരിയസ് ആയിട്ട് തിരുവനന്തപുരം തിയേറ്ററിൽ ഒരുപാട് ഗ്രൂപ്പുകളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രണയം അതിന് പാരലായിട്ട് പോകുന്നു. ഒരു ജോലി കിട്ടി, അതിൻ്റെ സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അതെങ്ങനെ ഉപേക്ഷിച്ച് നോക്കാം, എങ്ങനെ ഉപേക്ഷിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് ഭാഗ്യം പോലെ കേരള സർക്കാരിലേക്ക് ഒരു ജോലി കിട്ടി. കുറച്ചുകൂടെ സൗകര്യമാണല്ലോ, കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാം. മറ്റേതൊരു ISROയിലായിരുന്നു VSSC, രാവിലെ 7 മണി മുതൽ ഷിഫ്റ്റാണ് അവിടെ. അങ്ങനെ വാട്ടർ റൂട്ടിൽ ജോയിൻ ചെയ്യുന്ന അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്യേണ്ടിയിരുന്ന ഞാൻ എൻ്റെ ഊർജ്ജസ്വലതയും എൻ്റെ ഉത്സാഹവും കൊണ്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കൺഫേം ചെയ്ത് കിട്ടി. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യത്തിൽ അത്രയും ശുഷ്കാന്തിയെ കാണിക്കാറുള്ളൂ. യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ അശ്രദ്ധ ഞാൻ അതിനകത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. തിയേറ്ററിലെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അത് 2018 വരെ ഉണ്ടായിരുന്നു. പിള്ളേരൊന്നും മുതിർന്നപ്പോൾ ഞാൻ ഒന്ന് പിന്നോട്ട് വലിഞ്ഞു. കാരണം എൻ്റെ ലൈഫും എൻ്റെ സ്വപ്നങ്ങളും മക്കളുടെയും ഭാര്യയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ. കൈനട്ടം ഉണ്ടാക്കുന്ന തിയേറ്റർ പ്രവൃത്തി, നാടക പ്രവർത്തനം ഞാൻ കുറേശ്ശെ പിന്നോട്ട് വലിഞ്ഞ് 2018 പൂർണ്ണമായും നിർത്തിയാൻ 2015 തിരിഞ്ഞു. സക്സസ് എന്നുള്ളൊരു വാക്കിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരാൾ എവിടെയൊക്കെയാണ് സക്സസ് ആകുന്നത്, എങ്ങനെയൊക്കെയാണ് സക്സസ് ആക്കപ്പെടുന്നത്. ഈ വേദിയിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ സക്സസ് ആണെന്ന് കാണും. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിസ്താറെ നീ സക്സസ് അല്ലേ? എന്നെ ഇനി എത്ര ഹൈറ്റിൽ എത്തിച്ചാലും ഞാൻ പറയും അല്ല, ഞാൻ സക്സസ് അല്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മാത്രമേ ഒരാൾ സക്സസ് ആകുന്നുള്ളൂ. അവനവനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഒരിക്കലും സക്സസ് അല്ല പറയുന്നതാണ്. 99-2000 ദൂരദർശൻ മാത്രമുള്ള കാലത്ത് നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന സീരിയലിൽ ടൈറ്റിൽ റോള് ചെയ്തു. അന്നത് കേരളം മുഴുവൻ നിറഞ്ഞോടിയ ഒരു സീരിയലാണ്. അപ്പം നിങ്ങളെല്ലാം വിചാരിക്കും അപ്പം അയാൾ സക്സസ് ആയി. അല്ലെങ്കിൽ ആ കാലത്ത് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അയാൾ വിചാരിക്കുന്നത് ഇയാൾ സക്സസ് ആയി എന്നാണ്. എനിക്കറിയാം, അല്ലാന്നറിയാം. കാരണം അവിടെ അവസാനിക്കുന്ന ഒരു യാത്രയല്ല. 15 കൊല്ലം ഞാൻ ഒന്നും ചെയ്തില്ല. വെറുതെ സർക്കാർ സർവീസ് കളിച്ച് ശമ്പളവും വാങ്ങിച്ച് അതുമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ സുഖലോലുപനായി നടന്നു. 2015 സിനിമ വരുന്നു, ആദ്യ സിനിമ. അതും യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അതിൻ്റെ പിറകെ അലഞ്ഞിട്ടോ അന്വേഷിച്ച് നടന്നിട്ടോ അല്ല. ആ സിനിമ നന്നായിട്ട് പോയൊരു സിനിമയാണ്, സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അധികം സിനിമകളൊന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു 1-2 കൈവിരലുകളിൽ എണ്ണാവുന്ന സിനിമയ്ക്ക് അപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഭീഷ്മ എന്ന് പറയുന്ന അവസാനത്തെ തിയേറ്റർ റിലീസ് എന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം 2-3 സിനിമകൾ വന്നു പോയി. നിങ്ങൾ ശ്രദ്ധിക്കാത്തതും അല്ലെങ്കിൽ ഇത്രയും ഹിറ്റാവാത്തതുമായ സിനിമകളുണ്ടെന്ന് ശ്രദ്ധിച്ചില്ല. അവിടെ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാഴ്ചയിലും നിങ്ങളുടെ നോട്ടത്തിലും നിങ്ങളുടെ ശ്രദ്ധിക്കുമ്പോഴും ഞാൻ സക്സസ് ആണ്. ഞാൻ സക്സസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിവിടെ അവസാനിക്കുന്നതല്ല. ഇതിങ്ങനെ നീണ്ട് ഇങ്ങനെ ഒരു അവസാനമില്ലാതെ കിടക്കുന്നൊരു വലിയ യാത്രയാണ് സക്സസ് എന്ന് പറയുന്നൊരു വാക്ക്. അതുകൊണ്ട് ഞാൻ ആ വാക്കിൽ വിശ്വസിക്കുന്നേ ഇല്ല. പിന്നെ അവനവനെ കുറിച്ച് നമ്മൾ വല്ലപ്പോഴും ഒക്കെയും ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെയും ശരിയായിരുന്നു, നമ്മൾ ഏറ്റെടുത്തതൊക്കെയായും നന്നായിട്ടാണ് നമ്മൾ പൂർണ്ണതയിൽ എത്തിച്ചത്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ, നമ്മളെ വിശ്വസിപ്പിക്കലാണ് സക്സസ് എങ്കിൽ അത് സക്സസ് ആണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ സക്സസ് ആണ്. കാരണം
ഇതാണ് എൻ്റെ ഒരു യാത്ര. ഞാൻ ഇന്റർകാസ്റ്റ് പോകുന്നില്ല. എൻ്റെ പേരിപ്പോൾ നിസ്താർ അഹമ്മദ് സേട്ടെന്ന് അനൗൺസ് ചെയ്ത്, ഞാൻ ആ നിസ്താറും എന്നല്ലാതെ അഹമ്മദും സേട്ടും ജീവിതത്തിൽ ഇതുവരെയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആദ്യ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് നിസ്താർ എന്ന് പറയുമ്പോൾ ആ പേര് ഒറ്റപ്പെട്ടു പോയി, ഒരു വാക്കിൽ അവസാനിക്കുകയാണ്. ചേട്ടാ നിസ്താർ അഹമ്മദ് സേട്ടെന്നല്ലേ മുഴുവൻ പേര്? ഞാൻ പറഞ്ഞ അത് വെച്ചോട്ടെ. ഞാൻ പറഞ്ഞ അത് വെക്കണ്ട, അത് പിന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് എനിക്ക് ഇട്ട പേരല്ല അത്. ആ പേരിനോടുള്ള ഇഷ്ടക്കുറവോ അച്ഛനോടുള്ള ബഹുമാനക്കുറവോ ഒന്നുമല്ല അത്. പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ട് ഇട്ട പേരല്ല. പിന്നെ നിസ്താർ എന്ന് ഉപയോഗിച്ചോ, കുഴപ്പമില്ല, വിളിക്കാൻ സൗകര്യമുണ്ട്, ഒക്കെ കൊള്ളാം. അല്ല അതിൻ്റെ പുറകിൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞ അഹമ്മദ് കൂടെ വേണമെങ്കിൽ വെച്ചോ, അതിനകത്ത് മതമല്ലേ വരത്തുള്ളൂ, ജാതി വരത്തില്ലല്ലോ. സേട്ട് വേണ്ട, ഞാൻ സേട്ട് വേണ്ട. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് പൊറിഞ്ചുമുറിയം ജോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാതെ അതിൻ്റെ കൺട്രോളർ സേട്ട് വെച്ച് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ നിസ്താർ ഞാൻ ഇതുവരെയും അതേ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റ് അലങ്കാരങ്ങൾ ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരു 10-16 കൊല്ലം ഓഫീസിൽ പേര് വെച്ച് ഉള്ള ഓഫീസ് റൂമുള്ള ജോലിയിലുണ്ടായിരുന്ന ഒരാളാണ്. അതിൽ ഒരു KSRൽ പ്രത്യേകിച്ച് ഒരു സംഗതി പറയുന്നുണ്ട്, ഹാഫ് ഡോർ വേണം, പേര് ഡെസിഗ്നേഷനും മുമ്പിൽ വയ്ക്കണം, ടേബിളിൻ്റെ പുറത്തും അത് വയ്ക്കണം. വേണമെങ്കിൽ പരിശോധിക്കാം. അപ്പനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അബൂബക്കർ എന്നുള്ള വെച്ചിട്ടുണ്ട്. നിസ്താർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ എൻ്റെ പഴയ നാടക നോട്ടീസിൽ വേണമെങ്കിൽ നോക്കിയാലും നിസ്താർ മാത്രമേ ഉള്ളൂ. ഒരു അലങ്കാരവും ഇല്ലാതെ, ഒന്നിൻ്റെയും പിൻബലമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഇനിയോ ഉള്ള തലമുറയോടും എനിക്ക് ഉപദേശിക്കാനുള്ള ഈ ഒരു സംഗതിയാണ്, ഒന്നിൻ്റെയും പിൻബലമില്ലാതെ. കാരണം ഇതാണ് എൻ്റെ ഒരു ലൈഫ്, ഒരു ജീവിതത്തിലൊരു യാത്ര. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. വിളിച്ചങ്ങ് കൊണ്ടുപോകുന്നവരെയും ഇത് ചെയ്തുകൊണ്ടിരുന്നേ പറ്റൂ. അതിൽ SP മണി എന്ന് പറഞ്ഞൊരു അയാൾ എന്നെ കുറേ നേരം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഞാൻ എന്ത് മണിയണ്ണ, എടാ നിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ക്രൗര്യഭാവം. ഞാൻ മനസ്സിലായില്ല എനിക്ക് ഒരു ഭാവം. ഞാൻ ഈ പ്രായോഗിക ജീവിതത്തിലെ പരിക്കുകൾ ഏൽപ്പിച്ച മുറിവുകളാണത്. അതിനി കൂടുതൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കൂടി വരികയുള്ളൂ. അത് കൂടിയാണ് ഞാൻ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഇനി കുറച്ചുകൂടെ യാത്ര ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ പരിക്കുകൾ എനിക്ക് ഏൽക്കും. അത് ഗുണവും ദോഷവും ചെയ്യും. ചില സ്ഥലങ്ങളിൽ അത് ഗുണം ചെയ്യും, ചില സ്ഥലങ്ങളിൽ ദോഷം ചെയ്യും. ലാറി ബേക്കർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയി. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരുമാതിരിപ്പെട്ട കോഫി ഹൗസ് പോലുള്ള കെട്ടിടങ്ങളും എല്ലാം പഴയ ആധുനിക വാസ്തുശില്പ രീതിയിൽ ചെയ്തതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്നൊരു ശങ്കർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റ് ഉണ്ട്. ശങ്കറിൻ്റെ അടുത്ത് ഇവൻ ഒരു പ്രൊഫസർ പോയിട്ടൊരു ഡിസൈൻ വേണമെന്ന് പറയുന്നു. ഡിസൈൻ അയാൾ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ മുറികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു, കൂടുതൽ മുറികൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. 5 ബെഡ്റൂം അങ്ങാണ്ടുള്ളൊരു വീടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ പ്രൊഫസർ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ശങ്കർ സാറിനോട് ചോദിച്ചു. ഞാൻ ശങ്കർ സാറിൻ്റെ കൂടെ കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കഥ എനിക്ക് അറിയാവുന്നത്. ശങ്കർ സാർ പറഞ്ഞു, സാറേ 2 മക്കളല്ലേ ഉള്ളൂ, 2 ബെഡ്റൂം മതി, പിന്നെ പിള്ളേർ കുറച്ചുകൂടെ വലുത് മുതിരുമ്പോൾ 2 മുറിയിലേക്ക് മാറേണ്ടി വരുമ്പോഴത്തേക്ക് 1 മുറി കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്താൽ പോരെ, 1 മുറി അധികമായിട്ട് ആഡ് ചെയ്താൽ പോരെ. അല്ല, എനിക്ക് 5 ബെഡ്റൂമുള്ള വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് കൊടുത്തു. ആ വീട് വെച്ചു, പൂർത്തിയായി, താമസമായി. വർഷങ്ങൾ കഴിഞ്ഞ് ഈ ശങ്കർ സാറിനെ ഈ പ്രൊഫസർ വഴിക്ക് വെച്ച് യാദൃച്ഛികമായിട്ട് കാണുന്നു. ഇത് കഥയല്ല, ശങ്കർ സാറ് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ശങ്കർ സാർ തന്നെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയാൾ വല്ലാതെ ഒരു വിഷമ അവസ്ഥയിലാണ് ശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ശങ്കര, എനിക്ക് വീടിൻ്റെ മുമ്പിൽ ഒരു ഒറ്റ ബെഡ്റൂമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് പോലൊരു സാധനം ഡിസൈൻ ചെയ്ത് തന്നാൽ പോലെ, പഴയതുപോലെ എനിക്ക് ഓടി കിടന്ന് ചെയ്യാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറെ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്താൽ. ശങ്കർ സാറെ ചോദിച്ചു, എന്ത് സാറേ പ്രശ്നം? സംഭവം ഇതാണ്, മക്കൾ 2 പേരും പുറത്താണ്. അവർ മുതിർന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയെ കിട്ടി. 2 പേരും 2 സ്ഥലത്തേക്ക്, ഒരാൾ സ്റ്റേറ്റ്സിലും ഒരാൾ UK-യിലുമാണ്. ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. നല്ല പ്രായമായി. അയാൾ പറഞ്ഞത്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കാൻ പറ്റുന്നില്ല, അതിനു വേണ്ടി മാത്രം 2 ജോലിക്കാരെ വെക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഒറ്റ ബെഡ്റൂമുള്ള ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ചെയ്താൽ അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഞാനത് വൃത്തിയാക്കിച്ചോളാം, പൊളിച്ചു കളയാൻ പറ്റില്ലല്ലോ.
ഇതൊരു എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കഥയാണ്. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം. നമ്മളിങ്ങനെ പരക്കം പാഞ്ഞ് വാരിക്കൂട്ടി ഈ കെട്ടിപ്പൊക്കി ഭയങ്കര ഹൈറ്റിലേക്ക് വെക്കും. ഒന്നുമല്ല, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും താഴെ ഇറങ്ങി വന്നതെന്ന് നമ്മൾ പറയും. ഇതൊന്നും ഉള്ളതുകൊണ്ടും അന്നത്തെ സാഹചര്യങ്ങളിൽ ഉദ്യോഗം ജോലി കൂടിയത് എന്നുള്ളത് കൊണ്ടും ഞാൻ അവിടെ തളച്ചിടപ്പെട്ട് എന്ന് പറഞ്ഞ് ഞാൻ വീണു പോയില്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾ എല്ലാവരും ഈ കാണുന്ന പോലത്തെ ഒരു സക്സസ് ആയ മനുഷ്യനെ അല്ല ഞാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സർ ഇവിടെ സോണി എന്ന് സാർ എൻ്റെ പേര്. സാറ് പറഞ്ഞായിരുന്നല്ലോ സാറിൻ്റെ ലൈഫിൽ സാറിനായിട്ട് പരിക്കുകൾ കാരണം സാറിന് ഇപ്പോൾ ഒരു ഗൗരിഭാവമായിരുന്നു. മൈക്കിന് എക്ക ഉണ്ട്. ഇനി ഇപ്പുറത്ത് വാ, അത് ആ ചുവരൻ്റെ ആണ്. ഇപ്പുറത്തോട്ട് വാ, ചോദിച്ചോ. സാറ് പറഞ്ഞായിരുന്നല്ലോ സാറിന് ലൈഫിലേറ്റ പരിക്കുകൾ കാരണം ഇപ്പോൾ ഒരു ഗൗരിഭാവം ഉണ്ടായിരുന്നു. അതുപോലെ സാറിൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് കാരണം സാർ ആക്ട് ചെയ്യുമ്പോൾ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയും അത് എഫക്റ്റ് ചെയ്യാറുണ്ടോ? ആസ് ഇൻ സാറിൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് സാറിൻ്റെ ക്യാരക്ടറുടെ എസെൻസിൽ വരാറുണ്ടോ? ഞാൻ അതാണ് അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. നമ്മുടെ സെൽഫിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ലൈഫിൽ നമ്മൾ അനുഭവിച്ചതും കണ്ടതും അറിഞ്ഞതും അല്ലാത്ത ഒന്നും ഒരാക്ടർക്കും ലോകത്തൊരാക്ടർക്കും ചെയ്യാൻ പറ്റില്ല. അത് അയാൾ അനുഭവിച്ചതോ അയാൾ നേരിട്ട് അറിയാവുന്നതോ ആയ അയാളുടെ ഭാവങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളല്ലേ പ്രകടമാകുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലില്ലാത്ത ഒരു ഭാവവും ഒരു നടനും പ്രകടമാവില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഭരതൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് എൻ്റെ പരുക്കൻ ഭാവം ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഏതാണ്ട് അതേ ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് ഞാൻ. അയാളുടെ ചില കുഴപ്പങ്ങൾ പക്ഷെ ഭീഷ്മയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ പാപ്പാളി കുര്യനെ അല്ല ക്യാരക്ടർ. അയാൾ വളരെ ബോട്ടം ലെവലിലുള്ള സ്വന്തം ചേട്ടനെ പോലും അനിയനെ പോലും നേരിടാൻ പറ്റാത്ത, മക്കളെ അനുസരിക്കേണ്ടി വരുന്ന, ഭാര്യയ്ക്ക് താഴെ ജീവിക്കുന്ന, ഭാര്യയെടുത്ത് നിഷേധിക്കാൻ പറ്റാത്ത, ഭാര്യയെടുത്ത് ഒന്നും ഓർഡർ ഇടാൻ പറ്റാത്ത, അത് ഒരിടത്തും ഒരിക്കലും ഗുണം ചെയ്യില്ല. നമ്മുടെ സെൽഫ്, നമ്മുടെ ഇന്നർ, നമ്മുടെ ലൈഫിലേറ്റ പരിക്കുകൾ ചിലയിടത്ത് അത് ഗുണം ചെയ്യും. എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ഈ പരിക്കുകളെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളിടത്താണ്. ഇപ്പം പ്രകടമായി ഞാൻ ഒരുപാട് തമാശ പറയുകയും തമാശ ആസ്വദിക്കുകയും നന്നായിട്ട് സൗഹൃദങ്ങളിൽ ഇടപെടുകയും ചെയ്യും. പക്ഷെ എൻ്റെ സെൽഫിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു മൊമെന്റിൽ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ. അതിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അനച്ച കണ്ട ഒരു ഭാവം എൻ്റെ മുഖത്ത് വരുന്നത്. ഇതെല്ലാ മനുഷ്യനും ഉണ്ട് കേട്ടോ.